നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത മറ്റൊരു സെഷനിലേക്ക് കടക്കുകയാണ്. റിവ്യൂ ഓഫ് C++ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫസ്റ്റ് ടൈറ്റിൽ ഇതാണ്, ടൈപ്പ് കൺവേർഷൻ. സോ നമുക്ക് ഡേറ്റ ടൈപ്പുകളെ മനസ്സിലായി, പ്രധാനപ്പെട്ട ടൈപ്പ് മോഡിഫയറുകളെ നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടൈപ്പ് കൺവേർഷനാണ്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഡേറ്റാസിനെ അത് ആ എക്സ്പ്രഷനിലേക്ക് കടക്കുമ്പോൾ ആ ഡേറ്റാസിന് ഉണ്ടാകുന്ന മാറ്റം, ആ എക്സ്പ്രഷൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റയുടെ ടൈപ്പിനുണ്ടാകുന്ന വ്യത്യാസം, അതാണ് ശരിക്കും എന്തെന്നറിയപ്പെടുന്നത് ടൈപ്പ് കൺവേർഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പാണ്, ക്യാരക്ടർ എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പാണ്, റിയൽ വാല്യൂസ് ആണ് ഫ്ലോട്ടും ഡബിളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ട ഡേറ്റയുടെ വിവിധങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ വ്യത്യസ്ത ഡേറ്റ ടൈപ്പുകൾ തമ്മിൽ ഒരുമിച്ച് അല്ലെങ്കിൽ അത്രയും വ്യത്യസ്ത ഡേറ്റ ടൈപ്പുകളെ ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമായി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായും എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാം, ടൈപ്പ് കൺവേർഷൻ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ടൈപ്പ് കൺവേർഷൻ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. 5 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലേ. 2.5 എന്ന് പറയുന്നത് അതൊരു ദശാംശ സംഖ്യയാണ്. അങ്ങനെയെങ്കിൽ 5 എന്ന് പറയുന്ന ഹോൾ നമ്പറിനെയും അഥവാ ഇൻറ്റിജറിനെയും 2.5 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂനെയും അഥവാ ദശാംശ സംഖ്യയും തമ്മിൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഇൻറ്റിജർ അല്ല, പിന്നെ എന്താണ്, അതൊരു റിയൽ വാല്യൂ ആണ് അഥവാ ദശാംശ സംഖ്യയാണ്. സോ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ഒരു പരിവർത്തനം സംഭവിച്ചു. അത് തന്നെയാണ് നമ്മൾ ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡേറ്റ ടൈപ്പ് കൺവേർഷൻ. അങ്ങനെയെങ്കിൽ 2 രീതിയിൽ ഈ കൺവേർഷൻ സംഭവിക്കാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു പ്രോഗ്രാമിൻ്റെ ഭാഗമായി. ഒന്ന് ഇംപ്ലിസിറ്റ് കൺവേർഷൻ, മറ്റൊന്ന് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. 2 രീതിയിലാണ് ഈ പരിണാമം അല്ലെങ്കിൽ മാറ്റം, പരിവർത്തനം സംഭവിക്കുന്നത്. ഒന്ന് ഇംപ്ലിസിറ്റ് മാനറും മറ്റൊന്ന് എക്സ്പ്ലിസിറ്റ് മാനറും. എന്താണ് ഇംപ്ലിസിറ്റ് മാനർ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിൽ പറഞ്ഞ ആ ഒരു മാറ്റം അത് ഇംപ്ലിസിറ്റ് ആണ്. ഹിയർ ഇൻ കേസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പൈലർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് കൺവേർഷൻ. ഒരു ഇൻറ്റീജർ ഡേറ്റയും ഒരു ഫ്ലോട്ട് ഡേറ്റയും തമ്മിൽ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ ഡെഫിനറ്റ്ലി യു ഗോട്ട് എ റിസൾട്ട് വിച്ച് ഈസ് ഓൾവേസ് ഫ്ലോട്ട്. നിങ്ങൾക്ക് ഒരു ഇൻറ്റീജറിനെയും ഒരു ഫ്ലോട്ടിനെയും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഉറപ്പായും എന്തായിരിക്കും, അതൊരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഫ്ലോട്ട് വാല്യൂ റിസൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഡേറ്റ കൺവേർഷൻ സംഭവിച്ചു. ആ കൺവേർഷന് റെസ്പോൺസിബിൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കമ്പൈലറാണ്, അഥവാ ഇന്റേണലി ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന മാറ്റമാണത്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഇംപ്ലിസിറ്റ് കൺവേർഷൻ അഥവാ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. സാധാരണ രീതിയിൽ ഈ ടൈപ്പ് പ്രൊമോഷൻ സംഭവിക്കുന്നത് എങ്ങനെയാ, ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പിലേക്കാണ്. എങ്ങനെയാ സംഭവിക്കുക, ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പ്. അവിടെ ഇൻറ്റിജറും റിയലും അഥവാ ഇൻറ്റിജറും ഫ്ലോട്ടും തമ്മിൽ ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അവിടുത്തെ ലോവർ ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻറ്റിജർ എന്ന് പറയുന്നത് ലോവർ ടൈപ്പും റിയൽ അഥവാ ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത് ഹയർ ടൈപ്പും ആണ്. അങ്ങനെയെങ്കിൽ നോർമലി ഒരു ഇൻറ്റിജറും റിയലുമായി ഒരു എക്സ്പ്രഷനിൽ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഗ്രാജുവലി എന്തായി മാറും, ഹയർ ടൈപ്പായിട്ടുള്ള ഫ്ലോട്ട് ടൈപ്പിലേക്ക് മാറും എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഏത്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഓർക്കുക, ഇംപ്ലിസിറ്റ് കൺവേർഷൻ്റെ കേസിൽ അത് എപ്പോഴും സംഭവിക്കുന്നത് ഇന്റേണലായി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായാണ്. അവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം, there always compiler is responsible for that conversion and such type of conversion can otherwise be termed as type promotion, and the other one known as explicit conversion. നോക്കൂ, ഇംപ്ലിസിറ്റിൽ നിന്ന് എക്സ്പ്ലിസിറ്റിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഹിയർ ആൾസോ ടൈപ്പ് കൺവേർഷൻ ടേക്സ് പ്ലേസ്. ഇവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്, ടൈപ്പുകൾ മാറുന്നുണ്ട്. എങ്കിൽ ആ മാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫോഴ്സ്ഫുള്ളി സംഭവിക്കുന്നതാണ്, അഥവാ യൂസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് കൺവേർഷൻ. ഒരു എക്സ്പ്രഷൻ നമ്മൾ പറയുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം, അഥവാ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇൻറ്റിജർ എന്ന് പറയുന്ന ടൈപ്പിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെമ്മറിയും ബി എന്ന് പറയുന്ന ഒരു മെമ്മറിയും ഉണ്ടാക്കി. സോ ഹിയർ എ ആൻഡ് ബി ആർ 2 വേരിയബിൾസ് ബിലോങ്സ് ടു വിച്ച് ഡേറ്റ ടൈപ്പ്, ഇൻറ്റിജർ ടൈപ്പ്. ദെൻ ഞാൻ പറയാണ് ഫ്ലോട്ട് എന്ന ടൈപ്പിൽ അനദർ വേരിയബിൾ ഈസ് ദെയർ കോൾഡ് സി.
മറ്റൊരു വേരിയബിൾ വരുന്നു സി. നമ്മളൊരു പ്രോഗ്രാം കോഡ് എന്ന് പറയുമ്പോൾ അതിന് ഫൈനൽ എന്ത് വേണം? സെമിക്കോളൻ വേണം. അപ്പൊ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫ്ലോട്ട് ആണ്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വേരിയബിൾ അത് ആരായിട്ട് വരുന്നു? ഇന്റീജർ ആയിട്ട് വരുന്നു. എങ്കിൽ നമുക്ക് സി ഈക്വൽ എ ബൈ ബി എന്ന് എഴുതാം. സി ഈക്വൽ എന്താണ്? എ ബൈ ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്ന വേരിയബിൾ നോർമലി ഹോൾഡ്സ് എ വാല്യൂ ആൻഡ് ബി ഈസ് അനദർ വേരിയബിൾ ഹാവ് എ വാല്യൂ. അപ്പൊ എക്കും ബിക്കും രണ്ട് വാല്യൂ ഉണ്ട്, അത് ഇന്റിജർ ആണ്. എങ്കിൽ എയിലുള്ള വാല്യൂ ആരുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ബിയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അഥവാ എ ബൈ ബി പെർഫോം ചെയ്യുന്നു. എങ്കിൽ ആ എ ബൈ ബി പെർഫോം ചെയ്യുന്നത് നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി അത് കാണിക്കുകയും ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് പ്രോഗ്രാം അത് അങ്ങനെ സംഭവിക്കണം എന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എ ബൈ ബി പെർഫോം ചെയ്യുമ്പോൾ ആ റിസൾട്ട് ആരാകണം എന്ന്? ഫ്ലോട്ട് ആകണം എന്ന്. ഇവിടെ മറ്റൊരു കാരണം, നിങ്ങൾ എ ബൈ ബിയുടെ റിസൾട്ടിനെ അസൈൻ ചെയ്ത മെമ്മറിയും ആര് തന്നെയാ? ഫ്ലോട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സി എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പ് മെമ്മറിയിലേക്ക് കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കമ്പൈലറിനെ നിങ്ങൾക്ക് നിർബന്ധിക്കാൻ സാധിക്കും. സോ അവിടെ നമ്മൾ പറഞ്ഞു ആ കൺവേർഷൻ നടക്കുന്നതിന് ഉത്തരവാദി ആരാണ്? യൂസറാണ്. എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ഈ എ ബൈ ബി ഇങ്ങനെ ഇവിടെ എഴുതുന്നതിന് പകരം സി ഈക്വൽ ഫ്ലോട്ട് എ ബൈ ബി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? എ ബൈ ബി എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ അവിടെ പെർഫോം ചെയ്താൽ ആ കാൽക്കുലേഷന്റെ റിസൾട്ട് എന്തായിട്ടായിരിക്കും മാറ്റുക? ഫ്ലോട്ട് ആയിട്ടായിരിക്കും മാറ്റുക. അപ്പൊ ഈ റിസൾട്ടിനെ ഫ്ലോട്ട് വാല്യൂ ആക്കിയ ശേഷം മാത്രമേ അത് എവിടേക്ക് അസൈൻ ചെയ്യുള്ളൂ? സി എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് അസൈൻ ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ സി എന്ന മെമ്മറിയിലേക്ക് അസൈൻ ചെയ്ത ആ ഫ്ലോട്ട് വാല്യൂ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അസൈൻ ചെയ്തത്? യൂസറിന്റെ അഥവാ പ്രോഗ്രാമറുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ എ എന്നും ബി എന്നും പേരായ രണ്ട് ഇന്റീജർ വാല്യൂസിൽ അവിടെ ആ രൂപമാറ്റം അല്ലെങ്കിൽ ഡേറ്റയുടെ സ്വഭാവത്തിൽ ആ മാറ്റം ഉണ്ടാക്കിയതിന് കാരണക്കാരൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാരാ? യൂസർ അഥവാ പ്രോഗ്രാമർ ആണ്. എങ്കിൽ ആ ടൈപ്പ് ഓഫ് കൺവേർഷനെ നമുക്ക് പറയാം എന്തെന്ന്? എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന്. അപ്പൊ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് അത് ഫോഴ്സ്ഫുള്ളി സംഭവിക്കുന്നതാണ്, അഥവാ യൂസർ റെസ്പോൺസിബിൾ ആണ് അതിന്. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം ടൈപ്പ് കാസ്റ്റിംഗ്. ഓർക്കുക, പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിച്ചു വരാറുള്ളതാണ് ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അഥവാ ടൈപ്പ് പ്രൊമോഷനും ടൈപ്പ് കാസ്റ്റിങ്ങും ഒന്ന് താരതമ്യം ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ എക്സ്പ്രഷന്റെ ഭാഗമായി വിവിധ സ്വഭാവത്തിലുള്ള ഡേറ്റ എലമെന്റുകൾ കടന്നു വരുമ്പോൾ അവിടെ കാൽക്കുലേഷന്റെ റിസൾട്ടായി വരുമ്പോൾ ആ റിസൾട്ടിൽ ഡേറ്റയുടെ ടൈപ്പിന് മാറ്റം സംഭവിച്ചേക്കാം. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഡേറ്റ എലമെന്റുകളെ ഒരു എക്സ്പ്രഷന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ടിന്റെ ടൈപ്പിൽ സംഭവിക്കുന്ന ആ വ്യത്യാസത്തെ നമുക്ക് എന്ത് വിളിക്കാം? ടൈപ്പ് കൺവേർഷൻ എന്ന് വിളിക്കാം. എങ്കിൽ ആ ടൈപ്പ് കൺവേർഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്നും എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്നും. ഓട്ടോമാറ്റിക്കലായിട്ട് കമ്പൈലർ ഇന്റേണലി നടത്തുന്ന ആ കൺവേർഷനെ നമുക്ക് ഇംപ്ലിസിറ്റ് കൺവേർഷൻ അഥവാ ടൈപ്പ് പ്രൊമോഷൻ എന്നും, ഇന്റേണലി സംഭവിക്കാതെ യൂസർ ഫോഴ്സ്ഫുള്ളായി ആവശ്യപ്പെട്ടിട്ട് ഡിമാൻഡ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ അഥവാ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും പറഞ്ഞു വെക്കാം. രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ കൃത്യമായി കാണേണ്ടി വന്നു, കാരണം നമുക്ക് മുൻപ് പരിചയമുള്ളതല്ല. എന്നാൽ ആദ്യത്തെ കേസിൽ സംഭവിക്കുന്ന മാറ്റത്തെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു. 5 + 2.5 5നോടൊപ്പം 2.5 കൂട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഒരു ദശാംശ സംഖ്യയായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ അവിടെ ടൈപ്പ് കൺവേർഷൻ സംഭവിച്ചു. ആ കൺവേർഷനെ നമുക്ക് ഇംപ്ലിസിറ്റ് എന്ന് പറയാം. എങ്കിൽ ഇവിടെ എ ബൈ ബിയുടെ റിസൾട്ടിനെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ആരാകണം എന്ന് പ്രഖ്യാപിച്ചു? ഫ്ലോട്ട് ടൈപ്പ് എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ ഫ്ലോട്ട് ടൈപ്പ് റിസൾട്ടിനെ എവിടേക്ക് അസൈൻ ചെയ്തു? സിയിലേക്ക് അസൈൻ ചെയ്തു. അപ്പൊ സിയിലേക്ക് വന്ന ആ റിസൾട്ട് കൺവേർഷന്റെ ഭാഗമായി വന്നതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായ കൺവേർഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ അഥവാ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു സെഷനിലേക്ക് മറ്റൊരു ടൈറ്റിലേക്ക് പോകാം. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത സ്റ്റേറ്റ്മെൻറ്റുകളെയാണ്. C++നകത്ത് പ്രോഗ്രാം എന്ന നിലയ്ക്ക് നമ്മൾ എഴുതി വെക്കുന്ന വാചകങ്ങളെ ഓരോന്നിനെയും ഇനം തിരിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സോ അതിൽ ആദ്യത്തേതാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്. C++ൻ്റെ ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ്സിലിരുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ ആദ്യം നിസ്സംശയം എഴുതുന്ന വാചകം അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, #include.
എന്താണ് ഹാഷ് ഇൻക്ലൂഡ്, എന്തിനാണ് ഹാഷ് ഇൻക്ലൂഡ് എന്നൊന്നും അധികം ആരും ചിന്തിക്കാറ് പോലുമില്ല. അഥവാ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും കൃത്യമായ ഒരു മറുപടി അതിന് പറയാൻ സാധിക്കാറില്ല. എങ്കിൽ അതിനുള്ള മറുപടിയാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? അതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. ഹാഷ് ഇൻക്ലൂഡിനെ കൂടാതെ വേറെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ആരെയാണ് പരിചയപ്പെടുന്നത്? ഹാഷ് ഇൻക്ലൂഡിന്. എന്താണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, പ്രോഗ്രാമിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ ലൈബ്രറിയിൽ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കാറ്റഗറി ഉള്ള ഫയലുകളുണ്ട്. ഹെഡർ ഫയലുകൾ എന്നാ പറയുക. അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഒരൊറ്റ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുക. ഗണിതക്രിയകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരൊറ്റ ഫയൽ. ദെൻ അക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് സൈൻ വാല്യൂ, കോസ് വാല്യൂ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നിനെയും പ്രത്യേകമായി ഇനം തിരിച്ച് വ്യത്യസ്ത വെവ്വേറെ ഫയലുകളാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവിനെ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഗണിതക്രിയകളൊക്കെ തന്നെ നിർവചിച്ചു വെച്ചിരിക്കുന്ന ലൈബ്രറി ഫയലാണ് സി മാത്ത് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളെയൊക്കെ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് സി സ്ട്രിങ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമുകളെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ലൈബ്രറി ഹെഡർ ഫയലാണ് IO സ്ട്രീം. സോ ഈ പറഞ്ഞ IO സ്ട്രീം ആയാലും സി സ്ട്രിങ് ആയാലും സി മാത്ത് ആയാലും ഒക്കെ ഇതിൻ്റെ സപ്പോർട്ടിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പലപ്പോഴും ആവശ്യമായി വരും. അഥവാ മിക്കപ്പോഴും നമുക്ക് ഇവിടെയൊക്കെ ഈ പറഞ്ഞ സപ്പോർട്ടുകളെ കൊണ്ടുവരേണ്ടതായി വരും. എങ്കിൽ ആ ലക്ഷ്യം മുൻനിർത്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹാഷ് ഇൻക്ലൂഡ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഹാഷ് ഇൻക്ലൂഡ്, അതിനോടൊപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് IO സ്ട്രീം. അപ്പോൾ ആരാ IO സ്ട്രീം? അതൊരു ഹെഡർ ഫയലാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഹെഡർ ഫയൽ വിച്ച് ഈസ് ഓൾറെഡി ഇൻ ദ ലൈബ്രറി. അതൊരു ഹെഡർ ഫയലാണ്. അതെവിടെ ഓൾറെഡി ഉണ്ട്? ലൈബ്രറിയിൽ ഓൾറെഡി ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമുകളെ നന്നായി കൃത്യമായി നിർവചിച്ച് വെച്ചിരിക്കുന്ന ഹെഡർ ഫയലാണ് ആര്? IO സ്ട്രീം എന്ന് പറയുന്നത്. എങ്കിൽ ഈ IO സ്ട്രീം എന്ന ലൈബ്രറിയുടെ സപ്പോർട്ടിനെ അല്ലെങ്കിൽ അതിനകത്ത് നിർവചിക്കപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാക്കണമെങ്കിൽ ആസ് എ പ്രോഗ്രാമർ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. അപ്പൊ IO സ്ട്രീം എന്ന് പറഞ്ഞ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന വാചകത്തിന് ശേഷം ആംഗിൾ ബ്രാക്കറ്റ് നമ്മൾ ഉൾപ്പെടുത്തുക. ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ വേണം ആരെ എഴുതാൻ? ഏത് ഹെഡർ ഫയലാണോ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ ഹെഡർ ഫയലിനെ എഴുതാൻ. സോ ഹിയർ ഇറ്റ് ഈസ് IO സ്ട്രീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സ്ഥാനത്ത് IO സ്ട്രീമിന് പകരം ആരെ വെക്കാം? സി മാത്ത് എന്ന ലൈബ്രറിയെ വെക്കാം. അതല്ലെങ്കിൽ അതേ സ്ഥാനത്ത് ആരെ വെക്കാം? സി സ്ട്രിങ് എന്ന ലൈബ്രറിയെ വെക്കാം. അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി എത്ര നമ്പർ ഓഫ് ഹെഡർ ഫയലുകൾ ഉപയോഗിക്കണം? നോ സച്ച് ഡെഫിനിഷൻ ഓർ റൂൾ ഈസ് ദെയർ. അങ്ങനെ ഒരു റൂൾ അല്ലെങ്കിൽ നിർവചനമില്ല. പിന്നെ എന്താ അത്? നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ഉപയോഗം എന്താണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രവർത്തനങ്ങളെയൊക്കെ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓരോ ലൈബ്രറികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം അതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോഗ്രാമുമായി ലിങ്ക് ചെയ്യാം. അപ്പോഴെന്താ പ്രത്യേകത? ഓരോ ലൈബ്രറി ഫയലുകളും ലിങ്ക് ചെയ്യുന്നതിന് ഓരോ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടി വരും. സപ്പോസ് നമ്മുടെ പ്രോഗ്രാമിൽ സി മാത്ത് എന്ന ലൈബ്രറിയുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു, സി സ്ട്രിങ് എന്ന ലൈബ്രറിയുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം സപ്പോർട്ട് എന്ന നിലയ്ക്ക് IO സ്ട്രീമിനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. എങ്കിൽ യു ഹാവ് ടു റൈറ്റ് 3 സെപ്പറേറ്റ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്, 1 ഫോർ ഈച്ച് ഹെഡർ ഫയൽ. 3 ഹാഷ് ഇൻക്ലൂഡ് വേണ്ടി വരും അവിടെ. കാരണം എന്താ? സി മാത്തിന് ഒരു ഹാഷ് ഇൻക്ലൂഡ് വേണം, സി സ്ട്രിങ്ങിന് ഒരു ഹാഷ് ഇൻക്ലൂഡ് വേണം, IO സ്ട്രീമിന് ഒരു ഹാഷ് ഇൻക്ലൂഡ് വേണം. നോക്കൂ, സി മാത്ത്, സി സ്ട്രിങ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. വളരെ വിശദമായി തന്നെ വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് അതിനെ പരിചയപ്പെടാൻ സാധിക്കും. അതുവരെ അതൊരു സസ്പെൻസിൽ തന്നെ നിൽക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകളെയും മറ്റുമൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലൈബ്രറി ഹെഡർ ഫയലാണ് സി മാത്ത്. എങ്കിൽ സ്ട്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ കൃത്യമായി നിർവചിച്ച് വെച്ചിട്ടുണ്ട് എവിടെ? സി സ്ട്രിങ്ങിൽ. സപ്പോസ് നമുക്ക് അതിന് ഉപയോഗം വരികയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആ സപ്പോർട്ട് കൊണ്ടുവരുന്ന രീതി എന്താണ്? ബൈ യൂസിങ് എ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് നോൺ ആസ് ഹാഷ് ഇൻക്ലൂഡ് വി ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് സപ്പോർട്ട്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആ സപ്പോർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നെക്സ്റ്റ് വൺ നെയിം സ്പേസുകളാണ്.
C++നെ സംബന്ധിച്ച് എന്താണ് നെയിം സ്പേസുകൾ എന്ന് ചോദിച്ചാൽ ബിൽറ്റ് ഇൻ ക്ലാസ് ലൈബ്രറീസ് ആണ്. നേരത്തെ തന്നെ കൃത്യമായി നിർവചിച്ച് വെച്ചിരിക്കുന്ന ക്ലാസ് ലൈബ്രറികളുടെ ഒരു വലിയ കളക്ഷനാണ് നെയിം സ്പേസുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നെയിം സ്പേസ് എന്താണ്? STD അഥവാ സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റുകൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഫെമിലിയർ ആണ് Cin ആൻഡ് Cout. എങ്കിൽ ഈ Cin Cout സ്റ്റേറ്റ്മെന്റുകളുടെ ഡെഫിനിഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ് STD എന്ന് പറയുന്നത്. ആ സപ്പോർട്ടിനെ അല്ലെങ്കിൽ ആ STD എന്ന നെയിം സ്പേസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എഴുതുന്ന, ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരികയാണ്. കയറ്റുമതിയും ഇറക്കുമതിയും, അങ്ങനെ ആ പദം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സോ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോ Cin Cout സ്റ്റേറ്റ്മെന്റുകളുടെ സപ്പോർട്ട് നെയിം സ്പേസ് എന്ന നിലയ്ക്ക് നമ്മൾ ആരെ ഉപയോഗിക്കേണ്ടതുണ്ട് ഓരോ പ്രാവശ്യവും? STD എന്ന നെയിം സ്പേസിനെ. എങ്ങനെയാണ് ആ നെയിം സ്പേസിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത്? അതിനുള്ള വാചകം ഇങ്ങനെയാണ്: യൂസിങ് നെയിം സ്പേസ് STD. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. #include IOStream എന്ന് എഴുതിയപ്പോഴും യൂസിങ് നെയിം സ്പേസ് STD എന്ന് എഴുതിയപ്പോഴും ഒക്കെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ സ്മോൾ ലെറ്റർ ആണ്. വൈ? ബിക്കോസ് ബേസിക്കലി C++ എന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. കേസ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും രണ്ടായി തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ലൈബ്രറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും C++നെ സംബന്ധിച്ച് സ്മോൾ ലെറ്ററിലാണ് അവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ചെറിയ അക്ഷരം. അപ്പൊ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാം ചെറിയ അക്ഷരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു തെറ്റിതാണ്, നെയിം സ്പേസ് എന്നുള്ള വാക്കിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണ്. അപ്പൊ യൂസിങ് ചെറിയ അക്ഷരമാണ്, അവിടെ യു പോലും ക്യാപിറ്റൽ ആകാൻ പാടില്ല. നെയിം സ്പേസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. STD എന്ന നെയിം സ്പേസിന്റെ പേര് എഴുതുമ്പോൾ അത് ചെറിയ അക്ഷരമായിരിക്കണം. ഫൈനൽ അവിടെ എന്തുണ്ടാവണം? ഒരു സെമികോളൻ. എങ്കിൽ ഇതേ സെമികോളൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നോക്കൂ, പ്രോഗ്രാം എഴുതുമ്പോൾ ഓരോ സ്ഥലവും എങ്ങനെ ആകണമെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കോഡ് എഴുതാൻ സാധിക്കുകയുള്ളൂ നമുക്ക്. അത് തുടക്കം മുതൽ കൃത്യമായി നമ്മൾ ശീലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ വാചകം നിങ്ങൾക്ക് ക്ലിയർ ആയി. എങ്കിൽ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: ഫംഗ്ഷൻ. പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ കൃത്യമായി നിർവചിക്കുന്ന അഥവാ പ്രോഗ്രാമിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളെ നറേറ്റ് ചെയ്യുന്ന ആ ഏരിയയാണ് ഫംഗ്ഷനുകൾ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക പ്രവർത്തനം അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് കമ്പ്യൂട്ടറിനോട് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു തരത്തിൽ അതൊരു ടീച്ചിങ് പ്രോസസ്സാണ്. പ്രോഗ്രാമർ എന്ന് പറയുന്നത് ബേസിക്കലി ആരാണ്? ഒരു ടീച്ചർ തന്നെയാണ്. അയാൾ എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ശൈലിയിൽ അവിടെ നടക്കേണ്ട പ്രവർത്തനങ്ങളെ മുൻകൂട്ടി കൃത്യമായി നറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പ്രവർത്തന ഭാഗത്തെ ഉൾക്കൊള്ളുന്നതാണ് പ്രോഗ്രാമിൽ ആരെന്നറിയപ്പെടുന്നത്? ഫംഗ്ഷനുകൾ എന്നറിയപ്പെടുന്നത്. സോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എങ്കിൽ പ്രോഗ്രാമിനെ സംബന്ധിച്ച് C++നെ സംബന്ധിച്ച് അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഫംഗ്ഷനുകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയെന്നറിയോ? രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് മുൻകൂട്ടി ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷനുകൾ, നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ എന്നോ ലൈബ്രറി ഫംഗ്ഷനുകൾ എന്നോ പറയും. പ്രോഗ്രാമർ അതാത് സാഹചര്യങ്ങളിൽ അയാളുടെ ആവശ്യം അനുസരിച്ച് എഴുതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകൾ എന്നാ പറയുക. എങ്കിൽ ഈ രണ്ട് കാറ്റഗറി ഓഫ് ഫംഗ്ഷനുകളെയും നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ബട്ട് തുടക്കം എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ ഫംഗ്ഷൻ എവിടെയുള്ളൂ? ഇറ്റ് ഈസ് നൺ അതർ ദാൻ മെയിൻ. അത് മറ്റാരുമല്ല, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. വളരെ ഫെമിലിയർ ആണ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ടതാണ്. എന്താ മെയിൻ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് മെയിൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത്? എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാലോ, ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് C++ൽ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ, അത് മെയിൻ ആണ്. ഇനി അതൊരു ലൈബ്രറി ഫംഗ്ഷൻ ആണോ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, നിസ്സംശയം ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം, അത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. That means each and every time that function is defined by the programmer. ഓരോ പ്രാവശ്യവും നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ആ ഫംഗ്ഷന്റെ ഭാഗമായി എന്താണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ആര് തന്നെ നിർവചിക്കുന്നു? പ്രോഗ്രാമർ ഇറ്റ്സെൽഫ് അത് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എങ്കിൽ സാധാരണ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നറിയോ?
ഇറ്റ്സ് നെയിം ഓൾവേസ് റിമെയിൻസ് ദ സെയിം. അതിൻ്റെ പേര് എപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം ഒരു ഫംഗ്ഷൻ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ആ ഫംഗ്ഷന്റെ പേരും പ്രോഗ്രാമർക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ കഴിയും, എക്സെപ്റ്റ് ദിസ് വൺ. ഏതൊഴിച്ച്? മെയിൻ ഫംഗ്ഷനെ ഒഴിച്ച്. കാര്യം എന്താ? പ്രോഗ്രാമിനെ സംബന്ധിച്ച് C++ൽ എഴുതുന്ന ഏത് കോഡുകൾ റൺ ചെയ്യുമ്പോഴും കമ്പൈലർ അന്വേഷിക്കുന്ന ഒരേ ഒരു പാർട്ട് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അത് പ്രീ ഡിഫൈൻഡ് ആണ്. കമ്പൈലർ എപ്പോഴും ഏത് ഫംഗ്ഷനെ അന്വേഷിക്കും? മെയിൻ എന്ന ഫംഗ്ഷനെ അന്വേഷിക്കും. എങ്കിൽ മെയിൻ്റെ ഭാഗമായി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും ചെയ്തു വെക്കും. മനസ്സിലാകുന്നോ? ദാറ്റ്സ് വൈ മെയിൻ ഈസ് കമ്പൽസറി ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് 2 തരമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരേ ഒരു ഫംഗ്ഷന്റെ പിന്നാലെ മാത്രമേ തുടക്കം എന്ന നിലയ്ക്ക് പോകുന്നുള്ളൂ. ആ ഫംഗ്ഷന്റെ പേര് മറ്റൊന്നുമല്ല, മെയിൻ എന്നാണ്. പ്രത്യേകതയുണ്ട്, അത് ബേസിക്കലി ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു കമ്പൽസറി ഫംഗ്ഷനും കൂടെയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന നിലയ്ക്ക് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റുകളാണ് കടന്നു വരുന്നത്. ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നെയിം സ്പേസുകളിലേക്കാണ്. സ്റ്റാൻഡേർഡ് അഥവാ STD നെയിം സ്പേസിനെ നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും എങ്ങനെയാണ് അത് പറഞ്ഞു വെക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വരുന്ന പ്രധാന ഭാഗം ഫംഗ്ഷനുകളാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരൊറ്റ ഫംഗ്ഷനുമായിട്ടാണ്. ആ ഫംഗ്ഷന്റെ പേര് മെയിൻ ആണ്. അതിന്റെ പ്രത്യേകതയും പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത മറ്റൊരു ഭാഗത്തേക്ക്, അഥവാ മെയിൻ പോലെയുള്ള ഫംഗ്ഷനുകൾക്കകത്ത് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കടന്നു വരുന്നുണ്ട്. അത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആകാം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ഓരോന്നായിട്ട് നമ്മൾക്ക് ബ്രീഫായിട്ട് അടുത്ത സെഷനിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പരിചയപ്പെടാം. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫംഗ്ഷനകത്ത് വരുന്ന അവിടെ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു വാല്യൂ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത് മെമ്മറിയിലൂടെയാണ്. എങ്കിൽ മെമ്മറിയെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് വേരിയബിൾസ്. നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷനുകൾ എന്നാണ് ആരെ വിളിക്കുന്നത്? കമ്പ്യൂട്ടർ മെമ്മറിയെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷനുകൾക്ക് നമ്മൾ നൽകുന്ന പേരാണ് വേരിയബിൾസ്, അല്ലേ? അപ്പോൾ ഈ വേരിയബിളുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായി വി ഹാവ് ടു ഡിക്ലെയർ ഇറ്റ്. നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. സോ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അഥവാ അതിൻ്റെ സിൻടാക്സ് എന്താ? ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. അഥവാ എ എന്നൊരു വേരിയബിൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയണം, എ എന്ന വേരിയബിൾ എന്ത് തരം ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. സോ ഇൻഡ് എ എന്ന് പറഞ്ഞാൽ എ ഈസ് എ വേരിയബിൾ ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. ദാറ്റ് മീൻസ് വി ക്യാൻ ഹോൾഡ് എനി ഇൻറ്റിജർ വാല്യൂ ഓൺ ദാറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് അത്തരത്തിലുള്ള ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ്. അതിലെ ചില വൈവിധ്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ കാണുന്നത് ഇൻറ്റ് n, സം. അപ്പം 2 വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലേ? എങ്കിൽ ഈ ഒരേ സ്വഭാവത്തിലുള്ള 2 വേരിയബിളുകളാണ് എന്നും സമ്മും. എങ്കിൽ അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തത്? n, സം അഥവാ ആ 2 വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു കോമയും ഫൈനൽ എൻഡ് ഓഫ് ദ ലൈൻ എന്തും വന്നു? ഒരു സെമി കോളനും വന്നു. വേണമെങ്കിൽ ഇത് 2 വരിയായിട്ട് എഴുതാം. ഇൻഡ് n സെമി കോളൻ, അടുത്ത വരിയിൽ ഇൻഡ് സം സെമി കോളൻ. എങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്കത് ഇങ്ങനെ ചെയ്യാം. 2 വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് കോമയും എൻഡ് ഓഫ് ദ ലൈൻ സെമി കോളനും നൽകിയാൽ മതി. ക്ലിയർ ആണേ? എങ്കിൽ നെക്സ്റ്റ് കാണുന്നത് ഫ്ലോട്ട് റാഡ് ഏരിയ. നോക്കൂ, റാഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, ഏരിയ എന്ന് പറയുന്നതും ഒരു വേരിയബിൾ ആണ്, n സം ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ വെറുതെ ഇവിടെ കാണാം ABC. അപ്പൊ ABC എന്ന് 3 വേരിയബിൾ പറയുന്നതും n, സം എന്നും റാഡ്, ഏരിയ എന്നൊക്കെ പറയുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസവും കൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ സം എന്നൊരു വേരിയബിളിന് പേര് നൽകുമ്പോൾ ആ നൽകിയ പേര് അല്ലെങ്കിൽ ആ പേരിനെ നമുക്ക് സിംബോളിക് നെയിം എന്ന് വിളിക്കാം. അഥവാ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് സ്വഭാവത്തിലുള്ള വാല്യൂവിനെയാണോ ആ സ്വഭാവത്തിന് ചേരുന്ന പേര് തന്നെ ആ വേരിയബിളിന് കൊടുക്കുന്നു. ഡെഫിനറ്റ്ലി സം എന്നൊരു വേരിയബിളിന്റെ പേര് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ വേരിയബിൾ ആരെ ഹോൾഡ് ചെയ്യാനുള്ളതാ? സമ്മിനെ ഹോൾഡ് ചെയ്യാനുള്ളതാ. അതേമാതിരി ഇവിടെ റാഡ് എന്ന് കണ്ടാൽ അത് റേഡിയസിനെ സൂചിപ്പിക്കുന്നു, ഏരിയ എന്ന് കണ്ടാൽ അത് ഏരിയയെ സൂചിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംബോളിക്. അതൊരു സിംബോളിക് നെയിമിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല പ്രാക്ടീസാണ്, നല്ല കീഴ്വഴക്കമാണ്.
കാരണം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വഭാവത്തെ പ്രോഗ്രാമർക്ക് മനസ്സിലാക്കാൻ വേഗം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് കാണുന്നത് റാഡ് ഏരിയ, 2 വേരിയബിൾ. ആ 2 വേരിയബിളും ഏത് ടൈപ്പിലാണ്? ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത് നിങ്ങൾ കാണുന്ന 3 ഇൻറ്റിജർ വേരിയബിൾ, അതിന് മുൻപ് ആരെ ഉപയോഗിച്ചിട്ടുണ്ട്? സൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ സൈൻഡ് ആരാ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്, ടൈപ്പ് മോഡിഫയറുകളാണ് അല്ലെ? അപ്പോൾ എയും ബിയും സിയും 3 ഇൻറ്റിജർ വേരിയബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം അവരാരാണ്? സൈൻഡ് ആണ്. മേ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതും ഒരു ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്തതൊന്ന് ശ്രദ്ധിച്ചേ. int n ഈക്വൽ 10. സോ int n സെമിക്കോളൻ എന്ന് പറയാതെ അവിടെ int n ഈക്വൽ 10 എന്ന് പറഞ്ഞിരിക്കുക. ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. അഥവാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്ത് വെച്ചാൽ അതെന്തായി? ഇനിഷ്യലൈസേഷൻ ആണ്. അപ്പൊ വേരിയബിൾ ഡിക്ലറേഷൻ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്തും നടത്താം? ഇനിഷ്യലൈസേഷനും നടത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ int n ഈക്വൽ 10. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, int n നെക്സ്റ്റ് n ഈക്വൽ 10. എങ്കിൽ ഈ 2 വരിയും ക്ലബ് ചെയ്തതാണ് ഇത് int n ഈക്വൽ 10. ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് അസൈൻമെന്റ് നടത്തി. അപ്പൊ ഇവിടെ യൂസർ സൈഡിൽ നിന്ന് വാല്യൂ മേടിക്കാതെ പ്രോഗ്രാമിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ തന്നെ ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഇങ്ങനെ എഴുതാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ലൈൻ ഒന്ന് ശ്രദ്ധിക്കാം. കോൺസ്റ്റ് int n ഈക്വൽ 10. എന്താ സംഭവം? കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ആക്സസ് മോഡിഫയർ ആണ്. വാല്യൂ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ആക്സസ് മോഡിഫയറിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺസ്റ്റ് ഈസ് ആൻ ആക്സസ് മോഡിഫയർ. അപ്പൊ എന്ത് സംഭവിച്ചു? n എന്ന് പറയുന്ന വേരിയബിള് അതിന്റെ വാല്യൂ 10 ആണ്, ഇന്റീജർ ആണെന്ന് പറയുമ്പോൾ അതിലേക്ക് തന്നെ 10 എന്നൊരു വാല്യൂവിനെ വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം അത് പറഞ്ഞു വെച്ചത് അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് കൂടിയാ. അപ്പൊ എന്താ പ്രത്യേകത? ആ പ്രോഗ്രാമിലുടനീളം n-ന്റെ വാല്യൂ 10 ആണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മുകളിലത്തെ കേസിലോ int n ഈക്വൽ 10 എന്ന് എഴുതിയ കേസിൽ മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ n-ന്റെ വാല്യൂ അവിടെ വേറൊരു വാല്യൂ അസൈൻ ചെയ്ത് വെക്കാം. അവിടെ ഈ 10 ഓവർ റൈറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇവിടുത്തെ കേസിൽ കോൺസ്റ്റ് അസൈൻ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തത് കൊണ്ട് അതൊരിക്കലും എന്ത് ചെയ്യില്ല? ഓൾട്ടർ ചെയ്യില്ല. സോ കോൺസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കീവേഡ് ആണ്. ക്യാൻ ബി യൂസ്ഡ് ടു റെപ്രസെന്റ് എ പർട്ടിക്കുലർ വാല്യൂ ആസ് കോൺസ്റ്റന്റ്. അതിനെ ആക്സസ് മോഡിഫയർ എന്ന് പറയും. അപ്പൊ കോൺസ്റ്റ് ആക്സസ് മോഡിഫയർ ആണ്. സൈൻഡ് എന്ന് പറയുന്നത് ടൈപ്പ് മോഡിഫയർ ആണ്. നമ്മൾ ഈ കണ്ടത് വ്യത്യസ്ത രീതിയിലുള്ള ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകളാണ്. ക്ലിയർ ആണ്? എങ്കിൽ അടുത്ത മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കാറ്റഗറിയെ നമുക്ക് പരിചയപ്പെടാം. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇനി പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന 2 ഒബ്ജക്റ്റുകളുണ്ട്. സ്ട്രീം ഒബ്ജക്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സി ഇൻ ആൻഡ് സി ഔട്ട്. കീബോർഡ് വഴി ഒരു ഡേറ്റയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റാണ് സി ഇൻ എങ്കിൽ ഔട്ട്പുട്ടിലേക്ക് ഡേറ്റയെ കൈമാറുന്ന ഒബ്ജക്റ്റാണ് സി ഔട്ട്. റിസൾട്ടിനെ ഒക്കെ പാസ് ചെയ്യാനായിട്ട് മോണിറ്ററിലേക്ക് റിസൾട്ടിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റാണ് സി ഔട്ട്. സോ എങ്കിൽ ഈ സി ഇൻ സി ഔട്ട് ഒബ്ജക്റ്റുകൾ റിലേറ്റഡായി ഉപയോഗിക്കുന്ന 2 ഓപ്പറേറ്ററുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പരിചയപ്പെട്ടത് തന്നെയാണ്. എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം. നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് അഥവാ നമ്മുടെ ഗ്രേറ്റർ ദാൻ സൈൻ 2 എണ്ണം അടുപ്പിച്ചിടുമ്പോൾ അത് എന്തായി? എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്ററായി. നോക്കൂ, ഇത് ഏത് ഒബ്ജക്റ്റിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ? ഇൻപുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് ആയ സീനിനോടൊപ്പം മാത്രമേ ഇതിനെ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ മെമ്മറിയിലേക്ക് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാൻ അഥവാ വേരിയബിളിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കീബോർഡ് വഴി മേടിക്കാൻ വേണ്ടി സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. റൈറ്റ് ഷിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടോ ആണ് നമുക്ക് ഈ ഓപ്പറേറ്ററിനെ സൂചിപ്പിക്കാൻ സാധിക്കുന്നത്.
സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനോടൊപ്പം ആദ്യം, അപ്പം നോക്കൂ, ഒരു എക്സ്പ്രഷൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് അതിനെ ഒരു എക്സ്പ്രഷനായി പരിഗണിച്ചാൽ അതിന് 2 ഒപ്പറാൻഡ് ആണുള്ളത്. അപ്പൊ ഇത് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആണെങ്കിൽ ഇതിന് 2 ഒപ്പറാൻഡ് നിർബന്ധമായും ഉണ്ടാവും. അത് ആരൊക്കെയാ? ഒന്ന് സീൻ ഒബ്ജക്റ്റ് ആണ് എങ്കിൽ മറ്റേതാരാ? വേരിയബിൾ ആയിരിക്കും. നിർബന്ധമായും കീബോർഡ് വഴി ഡേറ്റയെ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒപ്പറാൻഡ് സൈഡിൽ വരുന്ന ഒന്ന് സീനും മറ്റൊന്ന് വേരിയബിളും ആയിരിക്കും. അപ്പോൾ സീൻ റാഡ് എന്ന് പറയുമ്പോൾ റാഡ് ഈസ് ദ വേരിയബിൾ. അപ്പൊ കീബോർഡ് വഴി യൂസറിന്റെ കയ്യിൽ നിന്ന് റേഡിയസിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവണം സീൻ റാഡ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു എക്സ്പ്രഷനായി പരിഗണിച്ചാൽ അവിടുത്തെ ഓപ്പറേറ്റർ ആരാണ്? എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആണ്. എങ്കിൽ ഈ ഓപ്പറേറ്ററിന്റെ 2 സൈഡും കിടക്കുന്നത് ഒപ്പറാൻഡ് ആണ്. എങ്കിൽ ഫസ്റ്റ് ഒപ്പറാൻഡ് ഡെഫിനറ്റ്ലി സീൻ എന്ന് പറയുന്ന ഇൻപുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് ആണ്. സെക്കൻഡ് ഒബ്ജക്റ്റ് ആരാണ്? സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ആരാണ്? ഒപ്പറാൻഡ് ആരാണ്? അത് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇനി തൊട്ട് താഴെ മറ്റൊരു എക്സാമ്പിൾ കാണുന്നു. സീൻ ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു. അപ്പൊ സീൻ ഷിഫ്റ്റ് ഓപ്പറേറ്റർ എ ഷിഫ്റ്റ് ബി ഷിഫ്റ്റ് സി. നോക്കൂ, എ ബി സി എന്നിങ്ങനെ 3 വേരിയബിള്. ഈ 3 വേരിയബിളിന്റെയും വാല്യൂസിനെ യൂസറിന്റെ കയ്യിൽ നിന്ന് കീബോർഡ് വഴിയാണ് സ്വീകരിക്കേണ്ടത്. എങ്കിൽ സാധാരണ നിങ്ങൾ വിദ്യാർത്ഥികൾ വരുത്തി വെക്കാറുള്ള ഒരു തെറ്റ് ഇങ്ങനെയാണ്: സി ഇൻ എ കോമ ബി കോമ സി എന്ന് എഴുതും. ഇത് തെറ്റാണ്. അഥവാ ഒന്നിലധികം മെമ്മറിയിലേക്ക്, ഒന്നിലധികം വേരിയബിളിലേക്ക് ഡേറ്റ കീബോർഡ് വഴി ഇൻപുട്ട് ഒബ്ജക്റ്റ് വഴി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സെപ്പറേറ്റ് ഈച്ച് വേരിയബിൾ വിത്ത് ദ സെയിം ഓപ്പറേറ്റർ. ഓരോ വേരിയബിളിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എന്തുപയോഗിച്ചല്ല? കോമ ഉപയോഗിച്ചല്ല, പകരം ഏതുപയോഗിച്ച? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ നോക്കിയേ, സീൻ ശേഷം ഒരു ഓപ്പറേറ്റർ എഴുതിയിട്ട് ഫസ്റ്റ് വേരിയബിളിന്റെ ഡേറ്റ സ്വീകരിച്ചു എങ്കിൽ വീണ്ടും സെക്കൻഡ് വേരിയബിളിലേക്ക് പോകുന്നതിന് മുൻപ് വീണ്ടും ആരെ ഉപയോഗിക്കണം? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിനെ ഉപയോഗിക്കണം. ശേഷം വീണ്ടും അടുത്തതിലേക്ക് പോകുന്നതിന് മുൻപ്, സിയിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിനെ ഉപയോഗിച്ചു. അപ്പോൾ വേരിയബിളിലേക്ക് ഡേറ്റ സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഏത്? എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഓരോ പ്രാവശ്യവും ഒന്നിലധികം വേരിയബിളിനെ ഒരൊറ്റ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ സ്വീകരിക്കുന്നു, വാല്യൂ മേടിക്കുന്നു എങ്കിൽ ഓരോ വേരിയബിളിനെയും എന്തുപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്? എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: സി ഇൻ ഷിഫ്റ്റ് എ, സി ഇൻ ഷിഫ്റ്റ് ബി, സി ഇൻ ഷിഫ്റ്റ് സി. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഓൺ 3 സെപ്പറേറ്റ് ലൈൻസ്, നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്ത് ഒറ്റ വരിയാക്കി എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ അതിനെ കാസ്കേഡിംഗ് എന്നാണ് വിളിക്കുക. ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഒരൊറ്റ സീൻ എക്സ്പ്രഷന്റെ കൂടെ അല്ലെങ്കിൽ സി ഔട്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഒക്കെ ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കാസ്കേഡിംഗ്. ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ വേരിയബിൾസിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിളിലേക്ക് ഒരൊറ്റ സീൻ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് വാല്യൂവിനെ സ്വീകരിക്കുന്നു എങ്കിൽ ഓരോ വേരിയബിളിനെ നമ്മൾ എന്തുപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം? എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ നമുക്കിനി അടുത്ത ഓപ്പറേറ്ററിലേക്ക് പോകാമല്ലോ. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ഏതാണ്? ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് ആയിട്ടുള്ള സി ഔട്ട് ആണ്. എങ്കിൽ സി ഔട്ടിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസേർഷൻ ഓർ പുട്ട് ടു. അപ്പൊ ഇവിടെ ഗെറ്റ് ഫ്രം അഥവാ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് വിളിച്ചപ്പോൾ ഇവിടെ ഇൻസേർഷൻ അഥവാ പുട്ട് ടു ഓപ്പറേറ്റർ എന്നാണ് പറയുക. ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. അഥവാ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെസ് ദാൻ സിമ്പൽ 2 എണ്ണം എഴുതിയാൽ അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ സി ഔട്ടിനോടൊപ്പം ഈ ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഒരു എക്സ്പ്രഷൻ എന്ന നിലയ്ക്ക് സി ഔട്ട് സ്റ്റേറ്റ്മെന്റിനെ അഥവാ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിനെ ഒരു എക്സ്പ്രഷൻ എന്ന നിലയ്ക്ക് പരിഗണിച്ചാൽ നമ്മൾ ഇവിടെ പറഞ്ഞത് സി എന്നിനെ സംബന്ധിച്ച് അവിടെ ഓപ്പറേറ്ററും ഒപ്പറാൻഡും എന്ന് പറയുന്നത് ആരായിരിക്കും? ഓപ്പറേറ്റർ നമ്മൾ ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ അവിടുത്തെ ഒപ്പറാൻഡ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ട് സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റും വരും, പിന്നല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വരുന്നത് എപ്പോഴും വേരിയബിൾ ആയിരിക്കും. എന്നാൽ സി ഔട്ടിനെ സംബന്ധിച്ച് അതൊരു എക്സ്പ്രഷൻ എന്ന നിലയിൽ നമ്മൾ പരിഗണിച്ചാൽ അവിടുത്തെ ഒപ്പറാൻഡ് സൈഡിൽ വരുന്നത് സി ഔട്ട് എന്ന ഒബ്ജക്റ്റിനോടൊപ്പം ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജിനെ ആർഗ്യുമെന്റ് ആയിട്ട് അവിടെ കൊണ്ടുവയ്ക്കാം, അഥവാ ഒപ്പറാൻഡ് സൈഡിൽ എഴുതാം. ഒരു വേരിയബിളിനെ എഴുതാം,
അതല്ല എങ്കിൽ ഒരു കോൺസ്റ്റന്റിനെ എഴുതാം, ഒരു എക്സ്പ്രഷനെ എഴുതാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു എഴുതാം. ശ്രദ്ധിക്കുക, സി ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇൻസേർഷൻ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ ആണ് എപ്പോഴും ഉപയോഗിക്കുക. എങ്കിൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾക്ക് സി ഔട്ട് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആരെയൊക്കെയാ പാസ് ചെയ്യാൻ സാധിക്കുന്നത് അതൊന്ന് ഓർത്തു വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സി ഔട്ടിനോടൊപ്പം ഒരു മെസ്സേജ് പാസ് ചെയ്യാം, അതല്ല എങ്കിൽ ഒരു വേരിയബിളിനെ പാസ് ചെയ്യാം, അതല്ല എങ്കിൽ ഒരു കോൺസ്റ്റന്റിനെ നിങ്ങൾക്ക് പാസ് ചെയ്യാം, അതല്ല എങ്കിൽ ഒരു എക്സ്പ്രഷനെ നിങ്ങൾക്ക് പാസ് ചെയ്യാം. അപ്പോ സി ഔട്ട് ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ആർഗ്യുമെന്റ് അഥവാ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് മേ ബി എയ്തർ എ മെസ്സേജ്, മെമ്മറി ഓർ വേരിയബിൾ, കോൺസ്റ്റന്റ് ഓർ ആൻ എക്സ്പ്രഷൻ. അപ്പോൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം, അത് അതേപടി യൂസർ കാണണം. അങ്ങനെയെങ്കിൽ ആ സന്ദേശം എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി മെമ്മറിയിലുള്ള അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെയാണ് യൂസറിന് കാണിക്കേണ്ടതെങ്കിലോ ആ വേരിയബിളിന്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. ബട്ട് ആ വേരിയബിളിന്റെ പേര് എഴുതുമ്പോൾ ഒരു കാരണവശാലും എന്ത് ഉപയോഗിക്കരുത്? ഡബിൾ കോട്ട്സ് ഉപയോഗിക്കരുത്. സോ രണ്ട് ക്ലാസിഫിക്കേഷൻ അവിടെ വന്നു. മെമ്മറി അഥവാ വേരിയബിൾ ആർഗ്യുമെന്റ് ആയി വരുന്നു, മെസ്സേജ് ആർഗ്യുമെന്റ് ആയി വരുന്നു. മെസ്സേജ് ആർഗ്യുമെന്റ് ആയി വരുമ്പോൾ ആ മെസ്സേജ് എക്സാക്ട് സെയിം ആയിട്ട് കാണണമെങ്കിൽ അത് ഡബിൾ കോട്ട്സിലായിരിക്കണം. എന്നാൽ മെമ്മറി അഥവാ വേരിയബിളിനെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകാൻ പാടില്ല? ഡബിൾ കോട്ട്സ് ഉണ്ടാകാൻ പാടുള്ളതല്ല. നെക്സ്റ്റ്, ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞു വെക്കാം, A+B+C. അപ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ നിങ്ങൾക്ക് അവിടെ എഴുതി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നത് A+B+C എന്ന കാൽക്കുലേഷന്റെ റിസൾട്ട് ആയിരിക്കും. ഇനി ഇവിടെ കണ്ടത് 25, അതൊരു കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ കാണാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3-4 കേസുകൾ നിങ്ങൾ നോക്കുക. ഒന്നുകിൽ അതൊരു മെസ്സേജ് ആവാം, അപ്പൊ ഡബിൾ കോട്ട്സ് വേണം. അതല്ലെങ്കിൽ വേരിയബിളിനെ ആവും പാസ് ചെയ്യുന്നത്, ഡബിൾ കോട്ട്സ് കാണരുത്. അതല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, അത് അതുപോലെ വെക്കുമ്പോഴും ഡബിൾ കോട്ട്സ് ഉപയോഗിക്കില്ല. പിന്നെ അതല്ലെങ്കിൽ എക്സ്പ്രഷൻ ആയിരിക്കും, എക്സ്പ്രഷന്റെ റിസൾട്ട് അവിടെ കാണിച്ചോളും. എങ്കിൽ ലാസ്റ്റ് നിങ്ങൾ കാണുന്ന എക്സാമ്പിളില് അവിടെ മെസ്സേജ് വരുന്നുണ്ട്. നമ്മൾ കാസ്കേഡിംഗ് സാധ്യത ഇവിടെ കണ്ടില്ലേ? സി ഇൻ ഒബ്ജക്റ്റിന്റെ കേസിൽ കണ്ട കാസ്കേഡിങ്ങിന്റെ സാധ്യത സി ഔട്ട് ഒബ്ജക്റ്റിലും കടന്നു വരുന്നുണ്ട്. എങ്കിൽ അവിടുത്തെ കാസ്കേഡിങ് ഇവിടെയും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മെസ്സേജ് ഉണ്ട്, മെമ്മറി അഥവാ വേരിയബിൾ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഇടകലർത്തി വരുന്ന രീതിയാണ് അവസാനത്തെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഫൈനൽ നമ്മൾ സം 2 വേരിയബിൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മെസ്സേജ് എന്ന് പറയുമ്പോൾ സം ഓഫ് ഒരു മെസ്സേജ് ആണ്, നമ്പേഴ്സ് ഈക്വൽ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ്. അപ്പോ n നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ഔട്ട്പുട്ട് കാണണം. ഓക്കെ അല്ലേ? അപ്പൊ 5 നമ്പറുകളുടെ സമ്മ് റിസൾട്ട് ആയിട്ട് കിട്ടിയത് 120. അങ്ങനെയെങ്കിൽ ശരിക്കും നിങ്ങൾ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സപ്പോസ് സം ഓഫ് 10 നമ്പേഴ്സ് ഈക്വൽ 120 എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ സം ഓഫ് 10 നമ്പേഴ്സ് ഈക്വൽ 120 എന്നൊരു ഔട്ട്പുട്ട് ആണ് ശരിക്കും അവിടെ വരേണ്ടത് എങ്കിൽ ആസ് എ പ്രോഗ്രാമർ യു ഹാവ് ടു റൈറ്റ് സി ഔട്ട് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഡബിൾ കോട്ട്സിൽ സം ഓഫ്, വീണ്ടും ഷിഫ്റ്റ് ഓപ്പറേറ്റർ, വേരിയബിളിന്റെ പേര് നോക്കൂ. അവിടെ 10 എന്ന് പറയുന്നത് ഏത് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? n എന്ന വേരിയബിളിൽ. അങ്ങനെയെങ്കിൽ ആ വേരിയബിൾ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡബിൾ കോട്ട്സ് ഇല്ലാതെ. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒപ്പറാൻഡുകൾ ഒരു സിംഗിൾ സി ഔട്ട് ഒബ്ജക്റ്റിനോടൊപ്പം വരുമ്പോൾ നമ്മൾ ആ ഓരോ സ്വഭാവത്തിലുള്ള ആർഗ്യുമെന്റുകളെയും വേർതിരിച്ചുകൊണ്ട് ആരെ ഉപയോഗിക്കണം? ഇൻസേർഷൻ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്ററിനെ ഉപയോഗിക്കണം. അപ്പൊ ഈ ഒരു സി ഔട്ടിൽ ഏതൊക്കെ സ്വഭാവത്തിലുള്ളതാ ഉള്ളത്? 2 സ്വഭാവം, മെസ്സേജും ഉണ്ട്, മെമ്മറിയും ഉണ്ട്, അഥവാ മെസ്സേജും ഉണ്ട്, വേരിയബിളും ഉണ്ട്. അപ്പൊ സം ഓഫ് എന്ന് പറയുന്നത് മെസ്സേജ് ആണ്, സോ ഡബിൾ കോട്ട്സിൽ ഉണ്ടാവണം. 10 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഒരു വേരിയബിൾ ആണ്, അപ്പൊ ഡബിൾ കോട്ട്സ് ഉണ്ടാവരുത്. അതോടൊപ്പം ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് ഓപ്പറേറ്റർ വേണം. നമ്പേഴ്സ് ഈക്വൽ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ്, ഡബിൾ കോട്ട്സ് വേണം. അപ്പൊ ഇതിൽ നിന്ന് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യാൻ വീണ്ടും അതേ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. 120 എന്ന റിസൾട്ടിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സം എന്ന വേരിയബിൾ ആണ്, അപ്പോഴും ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷിഫ്റ്റ് ഓപ്പറേറ്റർ വേണം. സോ അതനുസരിച്ചാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതും. ഇവിടെ n-ന്റെ വാല്യൂ 10ഉം സമ്മിന്റെ വാല്യൂ 120 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ യൂസർ കാണുന്ന മെസ്സേജ് ഇങ്ങനെയായിരിക്കും, സം ഓഫ് 10 നമ്പേഴ്സ് ഈക്വൽ 120.
ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകളെയാണ്. എങ്കിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് സി ഇൻ ആണ്. അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. അവിടെ ഒന്നിലധികം എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററുകൾ വരുമ്പോൾ അതിനെ കാസ്കേഡിംഗ് എന്ന് വിളിക്കും. അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. അതേമാതിരി തന്നെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് സി ഔട്ട് ആണ്. അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഇൻസേർഷൻ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ ആണ്. അവിടെയും സി ഔട്ട് എന്ന സിംഗിൾ ഒബ്ജക്റ്റിനോടൊപ്പം വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആർഗ്യുമെന്റുകൾ കടന്നു വരുന്നു. അവിടെ ഉപയോഗിക്കാൻ സി ഔട്ടിനോടൊപ്പം ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഒരു മെസ്സേജ് ആകാം, അതല്ലെങ്കിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ മെമ്മറി ആകാം, അതല്ല എങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആകാം, അതുമല്ലെങ്കിൽ അതൊരു എക്സ്പ്രഷൻ ആകാം, അതല്ല എങ്കിൽ ഇതൊക്കെ ഇടകലർത്തിയാവാം. അപ്പൊ ഇടകലർത്തി വരിക എന്ന് പറഞ്ഞാൽ അത് കാസ്കേഡിംഗ് ആണ്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഇത്തരം ആർഗ്യുമെന്റുകളെ ഒരൊറ്റ സി ഔട്ട് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടെ കാസ്കേഡിംഗ് സംഭവിക്കുന്നു. ഇതിൽ ഓരോ സ്വഭാവത്തിലുള്ള ആർഗ്യുമെന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഓരോ തവണയും നമ്മൾ ആരെ ഉപയോഗിക്കുന്നു? ഇൻസേർഷൻ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്ററിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.